ന്യൂസിലൻഡിനെതിരായ ടി20 ലോകകപ്പ് ഫൈനൽ മത്സരത്തിനു ശേഷം സൂര്യകുമാർ യാദവ് ഇന്ത്യൻ ടി20 ടീമിന്റെ നായകസ്ഥാനം ഉപേക്ഷിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. നിലവിലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നായകസ്ഥാനത്ത് നിന്ന് മാറാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതായി ദേശീയ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പകരം നായകനായി മലയാളി താരം സഞ്ജു സാംസണെ ബിസിസിഐ പരിഗണിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. 2026 ടി20 ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ നിർണായക മത്സരത്തിലെ സഞ്ജുവിന്റെ തകർപ്പൻ പ്രകടനത്തിനു പിന്നാലെയാണ് ഈ ചർച്ചകൾക്ക് വേഗതയേറിയത്. മത്സരത്തിൽ 50 പന്തിൽ നിന്ന് പുറത്താകാതെ 97 റൺസെടുത്ത സഞ്ജു ഇന്ത്യയെ സെമി ഫൈനലിലേക്ക് നയിച്ചിരുന്നു. സെമി ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെയും സഞ്ജു തിളങ്ങിയിരുന്നു. ടി20 ഫോമാറ്റിൽ ഇന്ത്യൻ നായകനാണെങ്കിലും കഴിഞ്ഞ ഒരു വർഷക്കാലമായി സൂര്യയ്ക്ക് മികച്ച പ്രകടനങ്ങൾ നടത്താനായിട്ടില്ല. ലോകകപ്പിൽ യുഎസ്എക്കെതിരെ 84 നോട്ടൌട്ട് റൺസ് നേടിയെങ്കിലും പിന്നീടുള്ള മത്സരങ്ങളിൽ താരം നിറം മങ്ങിയിരുന്നു. ഐപിഎല്ലിൽ രാജസ്ഥാൻ റോയൽസിനെ നയിച്ചിട്ടുള്ള പരിചയവും ഇപ്പോഴുള്ള താരങ്ങളിൽ ഏറ്റവും പരിചയസമ്പന്നനെന്ന ലേബലുമാണ് സഞ്ജുവിന് അനുകൂലമായിട്ടുള്ളത്. ലോകകപ്പിലെ മികച്ച പ്രകടനങ്ങൾ സഞ്ജുവിന് മികച്ച ആരാധക സ്വീകാര്യതയും ഒരുക്കിയിട്ടുണ്ട്. ടി20യിൽ മോശം ഫോമിലാണ് എന്നതും ശ്രേയസ് അയ്യരെ പോലെയുള്ള താരങ്ങൾ പുറത്തുണ്ട് എന്നതും സൂര്യയ്ക്ക് വെല്ലുവിളിയാണ്. 2024 ജൂലൈ മുതൽ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരു ടി20 പരമ്പര പോലും സൂര്യയുടെ കീഴിൽ ഇന്ത്യ പരാജയപ്പെട്ടിട്ടില്ല. എങ്കിലും ക്യാപ്റ്റൻസിയുടെ മാത്രം പേരിൽ ഒരു താരത്തെ ടീമിൽ തുടരാൻ ബിസിസിഐ അനുവദിച്ചേക്കില്ല. 2025 21 ടി20 മത്സരങ്ങളിൽ നിന്ന് 13.62 ശരാശരിയിൽ 218 റൺസ് മാത്രമാണ് സൂര്യ നേടിയത്. ഈ വർഷം 13 മത്സരങ്ങളിൽ നിന്ന് 484 റൺസ് നേടാനായെങ്കിലും ലോകകപ്പിൽ ഒരു മത്സരത്തിൽ മാത്രമാണ് സൂര്യ മികച്ച പ്രകടനം നടത്തിയത്. ഇതിനിടെ ലോകകപ്പിൽ സഞ്ജു സാംസൺ മികച്ച പ്രകടനം നടത്തിയതോടെയാണ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് സഞ്ജുവിന്റെ പേരും ഉയർന്നു കേൾക്കുന്നത്.